അയ്യോ, ഷാർപ്പ് 6 o'clock. നിങ്ങളെ പോലുള്ളവർ കറക്റ്റ് ടൈമിംഗ് പാലിക്കുന്ന ഈ ജിമ്മിൽ കേട്ടോ. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ വർക്കൗട്ട് തുടങ്ങട്ടെ. തുടങ്ങാം. എന്താ പറയട്ടെ എന്ന് പറഞ്ഞേ? അതായത് ഞാൻ ഇവനും കൂടെ ഒരു ഓഫീസിലല്ലേ വർക്ക് ചെയ്യണം. അതെ. അപ്പൊ നമ്മളെ ഓഫീസിലെ കൂടെ ഉള്ള ഒരു സ്റ്റാഫിന്റെ ബർത്ത്ഡേ ഞാൻ പറയാം ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം അവര് ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചു. 2 പീസ് തിന്നു. 2 ഞാൻ നിന്നോട് പറഞ്ഞില്ല മധുരം കുറക്കണം, മധുരം കഴിക്കരുതെന്ന്. ഷുഗർ കട്ട് ചെയ്യണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാ, പിന്നെയും കേൾക്കുന്ന. ഞാൻ എപ്പോഴും ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അന്നല്ല ഓഫീസിൽ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യും. അതല്ലേ പ്രശ്നം. മാത്രമല്ല എനിക്ക് ഈ ഷുഗർ കണ്ടാലേ പിടിച്ചാ കിട്ടൂല. മധുരം കണ്ടു കഴിഞ്ഞാൽ എന്റെ പുറകെ ഞാൻ പഞ്ചായത്തിന്റെ പുറകെ പോകുന്നല്ല മോനിക്ക. ഞാൻ ഒരു കാര്യം പറയാം, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ. അതായത് എല്ലാ ദിവസവും ജിമ്മിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറക്കാം, നിനക്ക് തടി കൂട്ടാം. മനസ്സിലായ? ചുമ്മയാണ് പറയണത്. 1 വർഷം കൊണ്ട് ഞാൻ വരുന്നുണ്ട്, എന്റെ തടി കുറയുന്നില്ല. അതെ, ഇവിടെ വെറുതെ വന്നാ പോരാ, വന്നതിന് ശേഷം ഈ എക്യുപ്മെന്റ്സ് എടുത്തിട്ട് വർക്കൗട്ട് നടത്തണം. എന്നാ മാത്രമേ ശരിയുള്ളത്. മനസ്സിലായില്ലേ? നിനക്ക് ഭയങ്കര തടി തന്നെ കേട്ടോ. നിനക്ക് ഭയങ്കര തടിയാണ്. എന്റെ തടിയെ പറ്റി നിങ്ങൾ അങ്ങനെ പറയണ്ട. സൈഡ് എഫക്റ്റ് ആണ്. ഗുളികേരല്ല, എന്ത് കഴിച്ചാലും സൈഡിൽ എഫക്ട് ചെയ്യും. ആണല്ലേ സൈഡ് എഫക്ട്? എനിക്കൊരു സംശയമുണ്ട്. എന്താ നിന്റെ അരവണ്ണം എത്രയാടാ? അരവണ്ണ 20. 20 എങ്ങനെ ശരിയാവും നിന്റെ അരവണ്ണം? അരവണ്ണ 20, ബാക്കി അരവണ്ണ 20, ടോട്ടൽ 40. അതെ, ഒരു പണി നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ, സമയം കളയേണ്ട. ടൈം 6 മണി കഴിഞ്ഞു. 6 മണിയാ? ഇവിടുത്തെ ക്ലോക്ക് നോക്കിയാണ്. ഈ ക്ലോക്ക് ഓടുന്നേക്കാൾ ഞങ്ങൾ ഓടുന്നുണ്ട്. തെറ്റാണ് ഈ ക്ലോക്ക്. അത് ക്ലോക്ക് വർക്കൗട്ട് ചെയ്യുന്നില്ല. ഞങ്ങളായിട്ട് ഓടിക്കാതെ വല്ലപ്പോഴും ഒരു ബാറ്ററി മേടിച്ചിട്ട് ക്ലോക്ക് ഒന്ന് ഓടിക്കണം കേട്ടോ. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടോ. അതെ, ഈ പിന്നെ പ്രോട്ടീൻ പൗഡർ 2 സ്പൂൺ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രോട്ടീൻ പൗഡർ 1 സ്പൂൺ കഴിച്ചാൽ മതി. 2 സ്പൂൺ കഴിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലല്ലേ? ഇല്ല. അപ്പൊ പ്രോട്ടീൻ പൗഡർ വെച്ച് പുട്ടുണ്ടാക്കി തിന്നാലാ? തട്ടിപ്പോവും. ആര് പറഞ്ഞു തട്ടിപ്പോകത്തൊന്നുമില്ല? പിന്നെ എന്റെ അമ്മൂമ്മ ഞാൻ കൊണ്ടുവച്ച പ്രോട്ടീൻ പൗഡർ എടുത്ത് പുട്ടുണ്ടാക്കി തിന്ന്, എന്നിട്ട് കുതിര ചാടും കണക്ക് അവിടെ കിടന്ന് ചാടണം ഇങ്ങനെ. പിന്നെയാണെങ്കിലേ എനിക്ക് തന്നെ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കാലുവെക്കിട്ട് ഇങ്ങനെ കാലുവെക്കും ഭയങ്കര വേദന. നീ എന്തിനാ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കാല് വെക്കാനും ഒക്കെ പോകുന്നത്? പിന്നെ എനിക്ക് നിക്കറുണ്ട്. അതിനൊരു ഐഡിയ ഉണ്ട്. നീ ഇങ്ങനെ കമന്ന് മലന്ന് കിടന്നിട്ടേ കാല് 2 പൊക്കിട്ട് നിക്കർ എറിഞ്ഞിട്ടാ അതാണ് നിനക്ക്. ഒന്ന് കാണിച്ചു തരണേ അതെങ്ങനെയാണ്. അതെ, നിങ്ങൾ അതും പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യ, സമയം തീരെയില്ല. അവളെ കണ്ടപ്പോൾ അവളുടെ മുഞ്ചുള്ള ചെറുകിട്ടി എന്റെ നെഞ്ചിലെ ലഡു പൊട്ടി 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 ദിദി 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 സിനദായി. എവിടെ പത തുപ്പിക്കും. അതും കൂടെ ഇട്, എന്റെ പത ഇന്ന് തുപ്പും. മാസ്റ്റർ. ഹലോ മാസ്റ്റർ. സംഗീത, എങ്ങനെ പോകുന്നു ഡയറ്റും കാര്യങ്ങളൊക്കെ? ഞാൻ ഡയറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഷുഗർ കട്ടാണ്. വെരി ഗുഡ്. പിന്നെ എല്ലാ ദിവസവും മോർണിംഗും ഈവനിങ്ങും ഞാൻ വർക്കൗട്ടും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെന്തൊക്കെ ചെയ്യുന്നുണ്ട്? അല്ല, ഇന്നലെ ചെയ്ത തന്നെ ചെയ്താൽ മതിയോ? ഇന്നലെ ചെയ്ത തന്നെ ഇന്ന് ചെയ്താൽ മതി കേട്ടോ. മതിയല്ലോ. ഓക്കെ 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 ഓക്കെ. സാർ, നമ്മൾ അത് തന്നെ ചെയ്താൽ മതിയോ സാർ? നിങ്ങൾ ഇന്നലെ ചെയ്ത് തന്നെ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ സാർ. സംഗീത ജിമ്മിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതയേ. ജിമ്മിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതയേ. ജിമ്മിലെ വന്നിറങ്ങിയ സംഗീതേ, ജിമ്മിലെ പൊയ്കയിൽ വന്നിറങ്ങിയ സംഗീതേ. ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ, ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ, ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ, ജിംബലക്ക ജിംബലക്ക ജിംബല ജിംബാലേ, ജിംബാലേ ജിംബാലേ ജിംബാലേ. അല്ല, ഇപ്പൊ എന്താണ് പുള്ളി പറഞ്ഞ മനസ്സിലായില്ല. നിനക്ക് അർത്ഥം മനസ്സിലായില്ലേ? ഇല്ല. ഇവിടെ പോക്കൃത്തരം കാണിച്ചാൽ ജിമ്മിലിട്ട് അലക്കുമെന്നാണ് സാധനം. ഓ അങ്ങനെ.
ഇതൊക്കെ എന്തിനു പൊക്കി പിടിച്ചോണ്ട് മനുഷ്യനെ സംഗീത, ഓ ഇത് വേണോ ഇപ്പൊ? എനിക്കിപ്പോ വേണ്ട, ചേട്ടന് വേണമെങ്കിൽ എടുത്തോ. വേണ്ട, ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. ഹായ് സംഗീത, ഹായ് ചേട്ടാ. ഇത് ഇപ്പോ വേണമായിരുന്നോ? ചേട്ടന് വേണമെങ്കിൽ എടുത്തോ, എനിക്ക് വേണ്ട. അല്ല വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഹലോ, ഇത് അനിയത്തിപ്രാവ് സിനിമയിലെ ലവ് ആൻഡ് ലവ് പുസ്തകമല്ല, ഡമ്പലാണ്. മനസ്സിലായില്ലേ? ആരെങ്കിലും ഒരാൾ ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഏട്ടാ, ആരെങ്കിലും ഒരാൾ ഉപയോഗിക്കാൻ. സംഗീത, അയ്യോ, അതെടുക്കല്ലോ. അതെനിക്ക് വേണം, അതെനിക്ക് വേണം. അതുകൊണ്ടാണ്. അതെനിക്ക് ഉരുട്ടി കളിക്കാനുള്ള സാധനം. ഇത് ഞാൻ ബോറടിക്കുമ്പോ ഉരുട്ടും. ഓ, ഇതിൽ തൊടല്ലേ, ഇതെനിക്ക് ആവശ്യമുള്ളതാണ്. ഇത് ഞാൻ നെഞ്ചിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടും. ഇവരെന്തോ ഇത് എന്നെ ഒന്നും തൊടാൻ സമ്മതിക്കുന്നില്ലല്ലോ. ഒരു കാരണവശാലും ഇവിടുത്തെ ഓരോ ഉപകരണങ്ങളും അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കല്ലോ. അവൾ എക്സസൈസ് ചെയ്ത വണ്ണം കുറയും, പിന്നെ ഇങ്ങോട്ട് വരൂല. എന്റെ എക്സസൈസ് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ അപ്രത്യക്ഷനായാലും ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ഇത് ഇവിടെ വയ്ക്കാം. സാറ് പറയും. നമുക്ക് രണ്ടുപേർക്കും സംഗീതം ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. നിനക്കിഷ്ടമാണ്. അതുകൊണ്ട് നമുക്കതങ്ങ് ചോദിച്ചാലാ? പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട് അവക്ക് നിന്നെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ പിന്നെ അതിന്റെ പുറകെ വരില്ല. ഓക്കെ, നിന്നെ ഇഷ്ടമെങ്കിൽ ഞാനും പുറകെ വരില്ല. ഇവിടെ എല്ലാവരും വിചാരിക്കും നിന്നെക്കും എനിക്കും കൂടെ ഇഷ്ടമാണ്, നമ്മുടെ ഓടാന്ന് പറഞ്ഞ് ഇടി കൂടും, ഇവിടെ കിടന്ന് ഉരുളും, മൈക്ക് താഴെ പോകുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ പരിപാടി ഇപ്രാവശ്യം ആ കട്ട് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് നീ ധൈര്യമായിട്ടാണ്. ഓക്കെ, എന്ത് കള്ളല്ലേ ഇങ്ങോട്ട്. അവിടെ പോയാ അതാത് ഞാൻ പറയാം. അതായത് ഒരുപാട് വളച്ചു കെട്ടില്ലാത്ത കാര്യം ഇങ്ങോട്ട് പറയാം. ഞാനും ഇവനും ഒരിടത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ജിമ്മി വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാ കുട്ടിയെ കാണാനാണ്. ഞാൻ അമ്മച്ചിയാണ് കുട്ടിയെ കാണാൻ. സത്യം, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് കുട്ടി പറ, ഞങ്ങളിൽ ആരെയാണ് കുട്ടിക്ക് ഇഷ്ടം? പറ. ചേട്ടാ, എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമാ. രണ്ടുപേരും ഇഷ്ടോ? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. എവള് മിക്കാറ് നമ്മളെ വീണ്ടും ഇടി കൂടിക്കൂടാ ഇവിടെ ഇട്ടു. രണ്ടുപേരും ഇഷ്ടമായി പറ്റില്ലല്ലോ. പറ്റില്ല, ശരിയാ. കല്യാണം കഴിക്കണത് നീ ചോദിച്ചാൽ ഇഷ്ടമല്ല, കല്യാണം. അതാണ്. അതെ, ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാ ഞങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത്. കല്യാണം കഴിക്കണം. കല്യാണമല്ല, കല്യാണം അത് കഴിക്കണം. അതിന് ആരെയാണ് ഇഷ്ടം? അതാണ് പറയാൻ. ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. ഒന്ന് പറ പ്ലീസ്. ആണോ? അത് നിർബന്ധമായിട്ട് പറയണം. അത് എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. എന്നെ? ചേട്ടൻ ഇവിടെ ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ചേട്ടൻ്റെ ഒരു സ്റ്റൈല്, പിന്നെ ചേട്ടൻ്റെ ഈ ബോഡി, പിന്നെ ചേട്ടൻ്റെ എന്താ പറയാ, ചേട്ടൻ കാണാനൊക്കെ നല്ല രസമുണ്ട്, കാണാൻ ക്യൂട്ടാണ്. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടെ പറയൂ. ചേട്ടൻ കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്. അങ്ങനെയല്ലേ? ഓക്കേ, താങ്ക് യു. ചേട്ടൻ വിഷമിക്കണ്ട. എനിക്ക് മനസ്സിലായി സംഭവം. ഇത് അല്ല, എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്. ചേട്ടന്റെ ഈ ബോഡി, ചേട്ടന്റെ ഈ താടി ഒക്കെ ഇഷ്ടമാണ് ചേട്ടാ എനിക്ക്. സത്യം. അവക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. രണ്ടുപേരെ കെട്ടിയല്ല. അമ്മച്ചി വീട്ടിൽ കയറ്റൂല. അത് എന്നെ വീട്ടിൽ കയറ്റൂല. നിന്റെ വീട്ടിൽ കയറ്റൂല. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങക്ക് രണ്ടുപേർക്കും എന്നെ ഇഷ്ടമല്ലേ? എന്നാ ഞാൻ നിങ്ങളെ രണ്ടുപേരും കല്യാണം കഴിക്കാം. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. എന്നെ കെട്ടിയാ മതി. എന്നെ കെട്ടിയാ മതി. അല്ല, എനിക്ക് ഞാൻ രണ്ടുപേരും കല്യാണം കഴിക്കാം. ഇല്ല, രണ്ടുപേരും. സായിപ്പന്മാർ ഇവിടെ ഇല്ല അങ്ങനെ. അയ്യോ, ഇപ്പൊ അത് നിങ്ങളുടെ തോന്നലാണ്. ഇപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കും. ഇവിടെ ഇല്ല, നടക്കും. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് ഒരു വിഷമവും വേണ്ട. അയ്യോ, രണ്ടുപേരെ കെട്ടണ്ട, കെട്ടണ്ട, കെട്ടണ്ട. കെട്ടും, കെട്ടും, കെട്ടും. എങ്ങനെ കെട്ടുമെന്നാണ് പറയണത്? ഇതിനു മുമ്പ് എനിക്ക് 3 പേരെ കെട്ടാമെങ്കിൽ ഇനി 2 പേരെയും കൂടെ കെട്ടിക്കൂടെ?
എങ്ങനെ? ഇതിനു മുമ്പ് 3 പേരെ കെട്ടാങ്കി ഇനി എനിക്ക് 2 പേരും കൂടെ കെട്ടിക്കൂടെന്ന്. 5 പേര് അത് പറ്റൂല. 5 പേര് പറ്റൂല. എന്ത്? എനിക്ക് വേണ്ട. എനിക്ക് കൊച്ചിനെ- ചേട്ടാ ഞാൻ കെട്ടും ചേട്ടാ. ചേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞാ ഞാൻ കെട്ടാന്ന്. എനിക്ക് വേണ്ട. ചേട്ടാ ഞാൻ കെട്ടാം. ഞാൻ സായിപ്പല്ല മലയാളി. സത്യത്തിൽ ഞാൻ കെട്ടാം. ഞാൻ കെട്ടിക്കോളാം. മോളെ ഫാന്റാസ്റ്റിക്. താങ്ക് യു. നീ എന്റെ മോളായതുകൊണ്ട് പറയല്ല. ഇവന്മാരെ പോലുള്ള ഞരമന്മാരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒഴിവാക്കണമെങ്കിൽ ഇതേ പറ്റുമോളെ. അച്ഛാ ഇതുപോലുള്ള എത്ര എണ്ണത്തിനെ ഞാൻ കണ്ടിരിക്കണേ. ഇവന്മാരൊക്കെ തണ്ട ഇത്രയേ ഉള്ളൂ. ഇത്രേ ഉള്ളു കാര്യം. അയ്യോ അതെ, നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മൾ ഓക്കെ, നമ്മൾ രണ്ടുപേരും കൂടെ കെട്ടിക്കോളാം. അച്ഛാ അമ്മേ